ഇന്നത്തെ യാത്ര കിളിമാനൂരിലേക്കാണ്. നാത്തൂൻ്റെ വീട്ടിലേക്കായിരുന്നു. നാത്തൂൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ ഒരൊറ്റ ആളാണ്. അപ്പം നമുക്ക് വല്യമ്മയുടെയും കുഞ്ഞമ്മയുടെയും മക്കളൊക്കെ നാത്തൂന്മാരായിട്ടുണ്ട്. ഒരുപാട് നാത്തൂന്മാരുണ്ട്. അപ്പോൾ ഈ പോകുന്ന നാത്തൂൻ്റെ സഹോദരിയുടെ മക്കൾ കൂടി ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് തന്നെ അല്ലൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കടയിലേക്കൊക്കെ കയറി സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങളിത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അവരെ. അങ്ങനെ അവർ വന്നപ്പോൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പം തന്നെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ചേച്ചിയുടെ വീടെന്ന് പറയുന്നത്. ശരിക്കും ചെടികളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് നമുക്കിതൊക്കെ പൊട്ടിച്ചെടുത്തോണ്ട് വേണം പോകാനായിട്ട്. നീയത് ചുറ്റും നടന്ന് പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഇതേ ജ്യൂസ് അടിക്കാനായിട്ട് മാങ്ങയൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിതേ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ മാങ്ങ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യമുള്ള മാങ്ങ ചേച്ചി പൊട്ടിച്ചെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറിക്കാനായിട്ട് റോഡിലേക്ക് ഇറങ്ങി. ആദ്യക്കുട്ടൻ ഇവിടുത്തെ പോലെ തന്നെ അവിടെയും കൂട്ടുകാരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൾ 3ാം ക്ലാസ്സിലാണ്. അവനേക്കാളും മൂത്തതാണ് എങ്കിൽ പോലും രണ്ടുപേരിൻ്റെയും ഭയങ്കര കളിയായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ മാങ്ങയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ സഞ്ചിയിലേക്ക് ആക്കിയിട്ട ശേഷം നേരെ ചോറ് കഴിക്കാനായിട്ട് പോയി. ചോറ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയത് ഒരു കുളം കണക്കത്തൊരു ഡാമല്ല, ഒരു കുളം എന്ന് വേണം പറയാനായിട്ട്. കുളം കാണാനായിട്ടായിരുന്നേ. അങ്ങനെ അത് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങളുടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വിരുന്നൂണുണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുളം കാണാനായിട്ട് ചേച്ചിയുടെ മോനും ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളിപ്പോഴാണ് അങ്ങനെ അവിടോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമാണ്. ഒരു ചെറിയൊരു വഴിയാണ്. ആ വഴിയിലൂടെ ഇറങ്ങി നമ്മുടെ ഒരു പണ വഴിയൊക്കെ കയറിയായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് പോകുന്നത് ഈ വഴിയെന്നാണ് ചേച്ചി പറഞ്ഞത്. പക്ഷേ അവരാരും സന്ധ്യയ്ക്ക് ശേഷം പോകാറില്ല. കാരണം ഈ വഴി ആയതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് മുമ്പേ എല്ലാവരും, ദീപാരാധനയ്ക്ക് മുമ്പേ തന്നെ എല്ലാവരും ഇറങ്ങും. അങ്ങനെ അതിലേ വഴി കയറി. പിന്നെ ഞങ്ങൾ റബ്ബറുംകാട് വഴിയാണ് കയറിയത്. അവിടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ എത്തി. അവിടെയൊക്കെ കണ്ട് ഫുള്ളൊന്ന് കറങ്ങി. നല്ല രസമാണ് കാണാൻ. വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം സൂപ്പറായിരുന്നേ കാണാനായിട്ട്. അവിടെ ഒരു വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു മോട്ടറൊക്കെ ഉള്ളൊരു പൈപ്പ് ഇത് വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വെള്ളം നിറഞ്ഞു പോകുമ്പം ആ വഴി ഇറങ്ങി ഇപ്പുറത്തൊരു തോട് കണക്കൊരു ഇതുണ്ട്. അതിനകത്തേക്കാണ് ആ വെള്ളം പോകുന്നത്. കാരണം ഇത് നിറഞ്ഞ് കളയുമല്ലോ. അതുകൊണ്ട് അങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ അവിടെ വച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നേ കാണാനായിട്ട്. ഫുൾ ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. മീൻ പിടിക്കാൻ നമ്മൾ പോയ സമയത്ത് തന്നെ മീൻ പിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിന്ന് 2019 ഈ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം 2026 പോകുന്നത്. അപ്പം നമ്മുടെ കൂടെ അല്ലൂസും ആദ്യകൂട്ടനും ഉണ്ട്. അന്ന് ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോയും ഇപ്പോൾ എടുത്ത ഫോട്ടോയും കൂടെ വെച്ചിട്ടൊക്കെ ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല 6-7 വർഷമായതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അല്ലൂസ് നമ്മുടെ ശരത്തേട്ടൻ്റെ തോളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഇരിപ്പ് കൊണ്ട് അവനാണ് നടന്നു പോകുന്നതെന്നുള്ള ഭാവമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു വയലുണ്ടായിരുന്നു. വയലെന്ന് വേണം പറയാനായിട്ട്. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ കുറച്ച് കടലാസ് ചെടി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കളറല്ലായിരുന്നു. അപ്പം നാത്തൂൻ്റെ മോനെ പറഞ്ഞു വിട്ട് അതിൽ നിന്ന് കുറച്ച് കടലാസ് ചെടിയൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം എല്ലാവരും വീഡിയോസ് കാണണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.